കാര്യങ്ങളാണ് സാറേ. പോലീസിനൊന്നും ഒരു പേടിയില്ല. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ഫുൾ ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഇന്ന് പുതിയ വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. BM നമ്മളെ സപ്പോർട്ടാണ്ട് നമ്മൾ BM ഒക്കെ ഇറക്കാൻ കഴിഞ്ഞിട്ട് ഗൈസ്. അപ്പം ഇത് സെക്കൻഡ് ഹാൻഡാണ്, നമ്മൾ പണിതിറക്കിയതാണ് ഗൈസ്. അതിൽ വണ്ടി കയറാം. വണ്ടിയൊക്കെ നമ്മൾ ഫുള്ള് പണിതാണ്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ വേറെ ലെവലാണ് ഗൈസ്. നമുക്ക് വണ്ടി എല്ലാം ഇറക്കിയിട്ടൊക്കെ എല്ലാവർക്കും ഇടുകയാണ് ഗൈസ്. നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചാൽ വേറെ എങ്ങോട്ടില്ല ഗൈസ്. വണ്ടി കൺട്രോളെ കുറിച്ച് പറഞ്ഞു. കാരണം വണ്ടി പവറാണ്. ഏറ്റവും കാരണം കൊണ്ട് വണ്ടി റോഡിൽ കിട്ടൂല ഗൈസ്. ഈ വണ്ടി കൊണ്ട് നമ്മളിങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മളെ പുത്തൻ ബസ് പണിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മൾ ഹാപ്പി. അപ്പം പണിത് റെഡിയായി കിട്ടിയില്ല, ഡെലിവറി അല്ല, നമ്മളത് കാണാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഡെലിവറിക്കാണ് കിടില മുകളിലേക്കായിട്ട് പോയിട്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് കാണാൻ പോവാണെന്ന് പറയാം. ഇപ്പോൾ പെയിൻറ്റ് ജോബൊക്കെ മിക്കവാറും നമ്മളെ റബി ലെവലിൻ്റെ സമയത്താണ് വണ്ടി ഇറക്കട്ടോ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ കഴിഞ്ഞാൽ നമ്മളെ പെയിൻറ്റ് ജോബ് പെട്ടെന്ന് തന്നെ തീർത്തരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ. അപ്പം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോൾ ഗൈസ് നല്ല അടിപൊളി മഴയാണ്. നമ്മളിപ്പം പ്രകാശിലാണ്. വണ്ടികളൊന്നും അധികം ഇല്ലാട്ടോ ഗൈസ്. ഇപ്പോൾ അധികം പണിയുന്ന സീസണില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഏതായാലും നമ്മളെ വണ്ടി ഞങ്ങൾക്ക് റിവീൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റിവീലിംഗ് ആണ്. അപ്പം ഈ വീഡിയോ പരമാവധി നമ്മൾ ഷോർട്ടാക്കാൻ കിട്ടുക. അപ്പം നല്ല രീതിക്ക് ഷോർട്ടാണ്. നമ്മൾ വണ്ടി അങ്ങനെ റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ക്യാപ്റ്റൻ നമ്മൾ ഒരു വണ്ടി സൈഡോൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ സൈഡോൺ ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ സൈഡൊക്കെ കാണാം, തനി BS6 ആണ് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ പണിയാണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗ്ലാസ് ഫിറ്റ് ചെയ്താന്ന് ചോദിച്ചാൽ ഗ്ലാസ്സിലെങ്കിൽ പെയിൻറ്റ് ജോബ് ഒഴിവാക്കി. അപ്പോൾ കൂടിയും കഴിഞ്ഞിട്ട് വണ്ടി കാണുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എൻ്റെ ഭാഗത്ത് വണ്ടി കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം വണ്ടീൻ്റെ കാര്യത്തിന് അടിപൊളിയായിട്ടാണ്. നമ്പർ പ്ലേറ്റൊന്നും നമ്മൾ അധികം ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. ഫിറ്റ് ചെയ്യാത്ത എന്താ ചോദിച്ചാൽ വേറെ എന്തെങ്കിലും വെറുതെ ഫിറ്റ് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെഡ്ലൈറ്റ് വെറുതെ വെച്ചാണ് കേട്ടോ ഗൈസ്. ഫുള്ളായിട്ട് ഹെഡ്ലൈറ്റ് വെച്ചിട്ട് കഴിഞ്ഞില്ല, വെറുതെ ചെക്കിങ്ങിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ പ്രകാശ് നേരി ലോഗൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇതിനാണ് ലാസ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒക്കെ ചെയ്തത് കേട്ടോ ഗൈസ്. ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ടയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ ഫുൾ ക്ലീനാണ് കേട്ടോ ഗൈസ്. ഇൻറ്റീരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഫുൾ ക്ലീനും ഇൻറ്റീരിയറാണ്. ഇതാണ് വണ്ടി. ലൈറ്റൊക്കെ അപ്പനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഒറിജിനലല്ല, കത്തൊന്നുമില്ല, പുറത്തെ ടെസ്റ്റിന് വേണ്ടി വെച്ചാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇറക്കുമ്പോഴേക്കും ഈ വണ്ടി കിടിലനായിട്ട് വരിക. ഇതൊക്കെയാണ് വണ്ടികളുടെ വിശേഷം പറയുകയാണെങ്കിൽ. കിടിലൻ വണ്ടിയാണ്. അപ്പം വണ്ടിയുടെ ഇൻറ്റീരിയറൊന്ന് കാണിച്ചാൽ അതാണ് കേട്ടോ ഗൈസ് നമ്മളെ ക്യാമ്പിങ്. അപ്പം ഞാൻ പറഞ്ഞ് പുറത്തേ ഉള്ളൂ. ഇൻറ്റീരിയറൊക്കെ ഫുൾ പണി തീർത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സൊന്നും ഒട്ടിച്ചില്ല. ഗ്ലാസ്സൊക്കെ പെയിൻ്റ് അടിച്ചിട്ടാണ് ഒട്ടിക്കുന്നതെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. DJ വർക്കൊന്നും ചെയ്തില്ല കേട്ടോ ഗൈസ്, വെറുതെ എടുക്കുന്നുള്ളൂ. വണ്ടീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളിപ്പം പ്രകാശിലാണ്. അപ്പോൾ പ്രകാശ് നമ്മൾ ഈ ഒരു വണ്ടി പണി തിറക്കിയിട്ട് വേണം. അപ്പോൾ കുറേ വണ്ടികളൊക്കെ എന്നിട്ട് വരുന്നുള്ളൂ കേട്ടോ ഗൈസ്. കാരണം ഇവിടുന്ന് പറന്ന് പിന്നെ അസ്ത്രമൊക്കെ പറയണം, പണിയാൻ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു വണ്ടി ഈ ഒരു രൂപത്തിൽ ഇനി പണി തീർക്കാൻ പോണേ റബി ലെവലാകുമ്പോഴത്തേയും വണ്ടി നമുക്ക് കൈ കിട്ടും. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടും എന്നാണ് കണ്ടത്. അപ്പം അവർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇവിടെ എല്ലാം ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്തില്ല കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാണ്ട്. ഒരു സെഡോണ് ഡിമാൻഡ് അധികം കുറവാണ് ഗൈസ്. വണ്ടിക്ക് ആരും അധികം ഇറക്കില്ല, ഫുൾ അസ്ത്രമാണ് ഗൈസ്. പിന്നെ സീറ്റൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്, വണ്ടീൻ്റെ സീറ്റേഴ്സൊക്കെ. അപ്പം
നമുക്ക് വണ്ടി ഫുൾ ഇൻറ്റീരിയർ വർക്കൊക്കെ നമുക്ക് കണ്ടതാണ്. പിന്നെ വീഡിയോ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പുറത്തെ വീഡിയോ കാണാൻ